കാരാട്ട് കുറീസ് എന്ന സ്ഥാപനത്തിന്റെ സാമ്പത്തിക തട്ടിപ്പിനിരകളായ വയനാട് സ്വദേശികളും ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരടക്കം തട്ടിപ്പിന്റെ ഇരകളാണ്. നിക്ഷേപങ്ങൾ തിരികെ ലഭ്യമാക്കുന്ന കാര്യത്തിലും വഞ്ചന നടത്തിയവർക്കെതിരെ നിയമ നടപടിയെടുക്കുന്ന കാര്യത്തിലും പോലീസ് വേഗത കാണിക്കുന്നില്ല എന്ന ആക്ഷേപവും പരാതിക്കാർക്കുണ്ട്. മലപ്പുറം കൂരിയാടാണ് കാരാട്ട് കുറീസിന്റെ ആസ്ഥാനം. മലബാറിലെ വിവിധ ജില്ലകളിൽ നിക്ഷേപകർ ഉള്ള സ്ഥാപനമാണിത്. വയനാട്ടിലെ കൽപ്പറ്റയിൽ മാത്രം 1000-ലേറെ നിക്ഷേപകരുണ്ട്. നിക്ഷേപത്തുക ചോദിച്ചെത്തിയവരോട് ആദ്യഘട്ടത്തിൽ ഒഴിവ് പറയുകയാണ് സ്ഥാപനത്തിൽ നിന്നുണ്ടായത്. കഴിഞ്ഞ മാസം ബ്രാഞ്ചുകൾ അടച്ചുപൂട്ടി. പരാതിയെ തുടർന്ന് കൽപ്പറ്റ ഓഫീസ് സീൽ ചെയ്തു. എന്നാൽ തുടർ നടപടികൾ എങ്ങും എത്തിയിട്ടില്ല. 25 ലക്ഷം രൂപ നിക്ഷേപമുള്ളവർ വരെ സ്ഥാപനത്തിലുണ്ട്. സാധാരണക്കാരായ ദിവസവേതനക്കാരും ഇവരുടെ കുറിയിൽ ചേർന്നിരുന്നു. ഇവരും തട്ടിപ്പിന് ഇരകളായി. നമ്മൾ കല്യാണത്തിന് വെച്ച പൈസ, അതേപോലെ കുട്ടികളെ വിദ്യാഭ്യാസത്തിന് വെച്ച പൈസ, കട പുനരുപയോഗിക്കാൻ പറ്റിയ പൈസ, അതിലൊക്കെ ഏറ്റവും വലിയ സങ്കടം ഇതിലൊക്കെ ഏറ്റവും സ്ത്രീകൾ, ചെറിയ പെട്ടിക്കട നടത്തുന്ന സ്ത്രീകളും അതേപോലെ തന്നെ ചൂരൽമല ദുരന്തത്തിൽ, മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ട ആളുകൾ പോലും ഈ തട്ടിപ്പിൽ പെട്ടിരിക്കുമെന്ന് പറയുന്നത് സങ്കടകരമായ കാര്യമാണ്. ജില്ലയിൽ കോടികളുടെ നിക്ഷേപം ഉണ്ട് എന്നാണ് ആക്ഷൻ കൗൺസിൽ പറയുന്നത്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരടക്കം ഇവരുടെ തട്ടിപ്പിന് ഇരകളായിട്ടുണ്ട്. വീട് ചൂരൽമല മുണ്ടക്കൈ ഭാഗത്ത് വീട് പോയ ആൾക്കാർ, സ്കൂൾ റൂട്ടിൽ നിന്ന് വീട് പോയ ആൾക്കാർ പെട്ടിട്ടുണ്ട്. അതായത് 900 കണ്ടിയിൽ വണ്ടി ഓടിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അവർ കുറച്ച് ആൾക്കാർ പെട്ടിക്കണതിൽ. ചൂരൽമല ടൗണിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർ പെട്ടിക്കണത്. പിന്നെ ഇന്ന പോലത്തെ ആൾക്കാരുണ്ട്. ഞങ്ങൾ ടാക്സി ഓടിച്ച് ജീവിക്കുന്നതാണ്. ഞാനൊക്കെ പെട്ടത് എങ്ങനെയാണ് പെട്ടത്, ടാക്സി ഓടിക്കുന്നതിലാണ് പെട്ടുപോയത്. അവരിങ്ങനെ യാത്ര ചെയ്ത് കണ്ടിട്ട് അവരിങ്ങനെ ചോദിച്ച് അങ്ങനെ കൂട്ടിയതാണ് നമ്മളെ. സ്ഥാപന ഉടമകളിലേക്ക് പോലീസ് അന്വേഷണം എത്തുന്നില്ലെന്നാണ് നിക്ഷേപകരുടെ പരാതി. വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്നും ആവശ്യമുണ്ട്. സ്ഥാപന ഉടമകളെ അറസ്റ്റ് ചെയ്യണമെന്നും പാസ്പോർട്ട് കണ്ടുകെട്ടണമെന്നും നിക്ഷേപത്തുക മടക്കി നൽകാനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നും നിക്ഷേപകർ ആവശ്യപ്പെടുന്നു. 24 വയനാട്.